ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോഴേ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. വിൻ്റർ തുടങ്ങി, മഴ കഴിഞ്ഞതിന് ശേഷം നല്ല തണുപ്പുണ്ട്. നമ്മളെ അപ്പോൾ ഇന്ന് ഇവിടെ മനാർ അബുദാബിയില്ലേ, നമ്മുടെ ലൈറ്റ് ആർട്ട്, അതിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ട്. ലൈനിൽ അത് ശരിക്കും പറഞ്ഞാൽ അബുദാബിയിലായിരുന്നു, മറ്റേ മനാർ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പണ്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ലൊക്കേഷനിലുണ്ടെന്ന് അറിഞ്ഞു. ഒന്ന് നമ്മുടെ അൽജിമിയിലും ഒന്ന് അൽഖത്തറയിലും ഒന്ന് അൽജിമി ഒയാസിസിലും. അപ്പം അത് കുറേ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് റീല് കാണുന്നുണ്ട്. പോയി നോക്കാന്ന് ഓർത്തിട്ടാ. എന്തൊക്കെയുണ്ടെന്ന് അവിടെ അറിയത്തില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ ഉണ്ടോ, എന്താ എവിടെ കറക്റ്റ് ലൊക്കേഷനും അറിയത്തില്ല കേട്ടോ, ഇങ്ങനെ അറിയത്തുള്ളൂ. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്തിട്ടാ. ഞങ്ങളെ അപ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പം അതുകൂടെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് കണ്ട. ഇത് കണ്ട ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് ആദ്യം രാവിലെ ഇവർ വന്ന് എടുത്തിട്ട് പൊക്കോളും. നമ്മളിപ്പോൾ എന്തെങ്കിലും മരം വെട്ടിയ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പുറത്ത് വെച്ചാൽ മതി കേട്ടോ. അതൊക്കെ രാവിലെ അവർ വണ്ടി വരുമ്പം അതെടുത്തിട്ടങ്ങ് പൊക്കോളും. ഇവിടെയാണ് ഇപ്പം വെട്ടമുണ്ട്, ഭയങ്കര വെട്ടക്കുറവായിരുന്നു. ഇതാ അപ്പം ഞങ്ങളുടെ വില്ലയുടെ പുറത്തെ വശം കേട്ടോ. ഇതാ ഞങ്ങളുടെ വില്ല, ഈ വില്ല ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തെ വില്ല നമ്പർ 1. വില്ല നമ്പർ 1. ഈ ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. കണ്ടോ ഈ ഫുൾ ബാൽക്കണി, വലിയ ബാൽക്കണി നമ്മുടെ ഈ ലൈറ്റ് കാണുന്നത്. വണ്ടി കയറിയിട്ട് വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് നമ്മളിപ്പോൾ പജീറോയിലാണ് പോണത്. ഇന്ന് പജീറ നടക്കാന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പജീറയാണ് എടുക്കുന്നത്. നമുക്കപ്പം 26 മിനിറ്റാ ഉള്ളത്. ഈ 2 സ്ഥലവും അടുത്തടുത്ത സ്ഥലങ്ങളാ കേട്ടോ. 2 കിലോമീറ്റർ എന്താ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിപ്പം എങ്ങോട്ടേക്കാ നമ്മൾ മാപ്പ് ഇട്ടിരിക്കണത്? അൽഖത്തറ. അൽഖത്തറയിലേക്ക് മാപ്പ് ഇട്ടു. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും സംഭവം ഇവിടെ ഉണ്ടെന്നാണ് വീഡിയോയിലൊക്കെ കണ്ടത്. നമ്മളപ്പം മെയിൻ റോഡിൽ കയറി കേട്ടോ. നമ്മുടെ യൂട്യൂബ് എടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഈ സെയിം റോഡിൽ, അതായത് നമുക്ക് അങ്ങോട്ട് പോണെങ്കിലും ഏത് സൈഡ് പോണെങ്കിലും നമുക്ക് ഇവിടം വഴി കറങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ നേരെ അകത്തൂടുള്ള റോഡിൽ കൂടെ പോയി അപ്പുറത്തെ ഇവിടെ കയറണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി ബമ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലെയാണ് എപ്പോഴും പോകുന്നത്. ബമ്പ് രണ്ടും സെയിം തന്നെ കേട്ടോ. നമ്മുടെ അണ്ടർപാസ്, നമ്മളിവിടെ നിന്ന് അടിയിൽ കൂടെ കയറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. കണ്ടോ, ഇവിടത്തെ ലൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ തന്നെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ലൈറ്റാ കേട്ടോ. നല്ല രസമുണ്ട്. പല കളറില് റെഡ് ഗ്രീനും പിന്നെ വൈറ്റും ഇതിങ്ങനെ മിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ എത്താറായി കേട്ടോ. നമുക്ക് ഇനി ഒരു 7 മിനിറ്റ്, 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കണ്ടോ, അവിടെ ഒരു ആ കളർ കാണുന്ന അലീൻ യൂണിവേഴ്സിറ്റിയാ കേട്ടോ, ആ സൈഡിൽ കാണുന്നത്. പിന്നെ അടുത്ത ഇവിടുന്ന് കറങ്ങി അങ്ങോട്ട് പോകുമ്പോ അവിടെ ഉണ്ട് ഫുള്ള് ലൈറ്റ് ആട്ടോ. കണ്ടോ, ഇവിടെ റൗണ്ട് അബൌട്ടില് വേറെ ഒരു രീതിയിലത്തെ ലൈറ്റ്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് അബൌട്ട് അടുത്ത രീതിയിലാണ്. കണ്ടോ, ഇവിടെ ഫൗണ്ടൻ ഒക്കെ ഉണ്ട് ഈ റൗണ്ട് അബൌട്ടില്. ഇവിടുത്തെ മിക്ക റൗണ്ട് അബൌട്ടിലും ഫൗണ്ടൻ ഉണ്ടല്ലോ. ഈ ബോർഡ് ഇരിക്കുന്നോണ്ട് ക്ലിയർ ആവില്ല. കണ്ടോ, മറ്റേ ഫ്ലെമിംഗോ ആണോ ഫ്ലെമിംഗോയുടെ സ്റ്റാച്ചു കേട്ടോ, ഒറിജിനൽ ഫ്ലെമിംഗോ അല്ല. കണ്ടോ, ഇനിയിപ്പം വേറെ ടൈപ്പ് ലൈറ്റ്. ഇനിയിപ്പോ പൂ പോലത്തെ ലൈറ്റ്. ഇവിടെ ചെടി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്കിപ്പോ രാത്രിയാണ്ട് കാണാൻ പറ്റില്ല. പിങ്ക് കളറിലെ ചെടി വെച്ചേക്കോ. വിന്റർ ആയി
ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമാണ്. ഫുള്ള് ചെടികള്, ചെടി അത് പൂവുണ്ടാവണ ചെടികളായിരിക്കും ഫുള്ള്. ചില സ്ഥലത്ത് ജമന്തി, ബന്തി, പിന്നെ സൺഫ്ലവർ, പിന്നെ ചില സ്ഥലത്ത് നമ്മള് ജബിൽ ഹഫീത്തിൽ പോണ ആ വഴിയുടെ അവിടെ ചീര നട്ടിട്ടുണ്ട് അവര്. അല്ല, ചീരയാ അത്. അതുപോലെ ചൂടിന്റെ സമയത്തും ഉണ്ടായിരുന്നു. നമ്മളാ പേർഷ്യൻ പാലറ്റിലേക്കൊക്കെ പോകുമ്പം അവിടെ ഉണ്ടായിരുന്നു ചീര. പക്ഷെ ചൂടത്ത് ചീര എനിക്ക് പെട്ടെന്ന് പോകും അത്. പക്ഷെ ഇതിപ്പം ഈ വിന്ററിൽ അവരാ നട്ടിരിക്കുന്ന ചീര നല്ല ഇതായിട്ട് നിപ്പുണ്ട്. വലുതുമായി, അതുപോലെ ഭയങ്കര ഇങ്ങനെ ഒരു ഇതായിട്ട് നിപ്പുണ്ട്. ഭയങ്കര ഫ്രഷ് ആയിട്ട് നിൽക്കുക ആ ചീര. മറ്റേ ചൂടിന്റെ സമയത്ത് ആ ചീര ഇങ്ങനെ ഉണങ്ങി ഇച്ചിരി വാടിയൊക്കെ ആയിരുന്നു അവിടെ. കണ്ട, ഇവിടെ വേറെ ടൈപ്പ് ലൈറ്റായി. എനിക്ക് തോന്നുന്നു ഇനി അങ്ങ് വരെ ഈ ലൈറ്റ് ചിലപ്പോ കാണും, അറിയില്ല. നമ്മളിപ്പോ ഉള്ളിലത്തെ ഒരു വഴിയിലേക്ക് കയറി. കണ്ട, ഇവിടെ ഒയാസിസ് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ട, അവിടെ മുകളിൽ കാണാം ഒരു നമ്മളീ വലിയ ലൈറ്റ് വരത്തില്ല. നമ്മളീ പള്ളി പെരുന്നാള് അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ഒക്കെ നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു ലൈറ്റ് കാണാം. ഒരു കുറച്ച് ലൈറ്റ് ഇങ്ങനെ വീശുന്ന പോലെ. അത് പക്ഷെ വീഡിയോയില് കാണാൻ പറ്റത്തില്ല. ആ സ്ഥലത്തുനിന്ന് ലൈറ്റ് പരിപാടി നടക്കുന്നുണ്ട്. അതെ, സംഭവം എന്തായാലും ഉണ്ട്. കണ്ട, അവിടെ ഒരു ഇത് കവാടം പോലെ ഉണ്ട്. പാർക്കിംഗ് അതിന്റെ അകത്തായിരിക്കും. നോക്കുവാട്ടെ, നമ്മളിപ്പം ഇവിടെ ഫില്ലാണ്. നമുക്ക് അടുത്ത സ്ഥലത്ത് നോക്കാം. നമ്മളപ്പോ ഇവിടെ എത്തി കേട്ടോ. അപ്പൊ നമ്മള് പാർക്കിങ്ങിൽ ഇട്ടു. ഇപ്പം ഇറങ്ങുക. കണ്ടോ, നമ്മൾ ഇങ്ങോട്ടാ പോവേണ്ടത്. ലൈറ്റ് ആ ഒരു ഏരിയ എന്നാണ് ലൈറ്റ് കാണുന്നത്. നമ്മളപ്പോ വണ്ടി വിട്ടിട്ട് കേട്ടോ, ഇവിടെ ഒരു പാർക്കിങ് കിട്ടി. അപ്പോൾ ഇവിടോട്ടിട്ട് ഇനിയിപ്പോൾ നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറച്ചുണ്ട് നടക്കാൻ, കുറച്ച് മീൻസ് കുറച്ച്, വളരെ കുറച്ച്. കണ്ടോ, അവിടെ ഒരു റെഡ് ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് കേറാൻ പറ്റത്തില്ല. ശരിക്കുള്ള എൻട്രൻസ് അവിടെയാന്ന് തോന്നുന്നു. തണുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അതെ, കണ്ടോ അവിടെ നിന്ന് ലൈറ്റ് വരുന്നു. ഏതെങ്കിലും ഒരു ജാക്കറ്റ് അവിടെ ഇരിക്കുന്ന എടുത്താണ് ഇറങ്ങിക്കൂടെ. ഈ സാധനം ഇട്ടപ്പോ ഞങ്ങൾക്ക് തണുക്കത്തില്ല. നോക്ക്, ഞാൻ ഇതായിട്ടിരിക്കുന്ന. അപ്പൊ ഞാനോർത്ത് എനിക്ക് തണുപ്പ് വരില്ലെന്ന് ഉണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കുഴപ്പമില്ല, ഈ വർഷം വല്ലാത്തൊരു തണുപ്പാണ്. അതെ, ഇരുട്ടായോണ്ട് ചിലപ്പോ നമ്മളെന്ന് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇതുണ്ട് കേട്ടോ, അവര് ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട്, മറ്റേ ചെറിയ ബഗ്ഗി പോലത്തെ വണ്ടിയില്. പക്ഷെ ഈ തണുപ്പത്ത് നമുക്ക് പുറത്ത് കയറി നടന്നാണ് രസം. ഇത് കണ്ടോ, ഇവിടെ ഒരു ഫോർട്ട് പോലെ ഉണ്ട്. നമ്മുടെ അലൈന് അസസിലൊക്കെ ഇതേപോലത്തെ കുറെ സംഭവം ഉണ്ടല്ലോ. പഴയ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രസമില്ലേ. നമ്മളപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ ആയി കേട്ടോ, ഫ്രണ്ടിലായി. ഇത് കണ്ടോ, അപ്പം നമ്മളിവിടെ കയറി കേട്ടോ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇങ്ങനെ വഴിയൊക്കെ ഫുള്ള് ലൈറ്റ് കൊണ്ടുള്ള പരിപാടികളാണ്. ഇങ്ങനെ അകത്തൊക്കെ കയറുന്നത്
കണ്ട വഴി നോക്കിക്കാൻ ഫുള്ള് റെഡ് ലൈറ്റ്. ഞങ്ങളെ അപ്പം അകത്ത് കയറി കേട്ടോ, ഫുൾ ചുമന്ന കേട്ടോ അങ്ങോട്ട്. നമ്മള് ചുമന്ന ലൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തും നമ്മളെ പ്രേതങ്ങളെ പോലെ നമ്മുടെ മുഖം കിട്ടുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഓരോ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഡോർ ഈ വഴിയേ. അപ്പോൾ ഇവിടെ വരെ വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കണ്ട സ്റ്റോപ്പായി. ഇനി നമുക്കപ്പം തിരിച്ചു പോകണം. ഇത് പക്ഷേ എങ്ങനെ ഈ ലൈറ്റ് കൊടുത്തേക്കുന്നത്? ഇത് ഇൻ്റർലോക്ക് അല്ലേ? ആ ഇൻ്റർലോക്കിൽ ഇടയ്ക്ക് ഓരോന്ന് ലൈറ്റിൻ്റെ ഇത് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് കുറേ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ അപ്പോൾ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇതൊക്കെ കഴിക്കാനൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു ലുക്കൈമത്തൊക്കെ പറഞ്ഞു. കണ്ടോ, ഇവിടെ ഇപ്പുറത്തും ഇങ്ങനെ ഷോപ്പുകളാണ്. കണ്ടോ, ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇതിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. നമ്മളപ്പം ലുക്കൈമത്ത് വാങ്ങി കേട്ടോ. നല്ല ചൂടാണ്, ചൂടോടെ വാങ്ങി. ചൂടിരുന്ന് കഴിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ, ചൂടോടെ തണുപ്പത്ത് നല്ല സുഖം. പിന്നെ നമ്മൾ ചായയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടുത്തെ ആ ഷോപ്പിൽ ആള് വന്നില്ല, ഇപ്പം വരുമെന്നാ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ചായ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനത്തെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഷോപ്പുകളാണ്. അത് ഓരോ അത് അങ്ങനെ നമ്മൾ അവിടുന്നാണ് നമ്മൾ ലുക്കൈമത്ത് വാങ്ങിയത്. ഇതാണ് നമ്മൾ ചായ കിട്ടുന്ന, ഇതല്ല, അവിടെയാണ് നമുക്ക് ചായ കിട്ടുന്ന സ്ഥലം. അപ്പോൾ അയാൾ അപ്പുറത്ത് പുള്ളി എന്തോ കഴിക്കാൻ പോയിരിക്കുവാന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ട് ഇത് കെട്ടി വെച്ചിരിക്കുക. അവിടെ ഇതൊക്കെ ഷോപ്പുകളാണ്. കണ്ട അതിൻ്റെ അകത്തൊക്കെ പെപ്സിയൊക്കെ വെച്ചിട്ടുണ്ട് ആ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ. അപ്പോഴേ നമ്മുടെ ചായ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. വലിയ ചായ കേട്ടോ. നമ്മളെ അപ്പം കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ ബാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വേണ്ടി ഇതാ വഴി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവഴി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇവിടെ അൽക്കത്ര ഒയാസിസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ട അറബിക് കോഫി കണ്ട. ഇവിടെ എന്താണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എ ഡീപ്ലി റൂട്ടഡ് ഗൾഫ് ട്രഡീഷൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി ദാറ്റ് റിഫ്ലക്ട് ജനറോസിറ്റി ആൻഡ് വെൽക്കം എയർ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എമറാത്തി ഹെന്ന പാറ്റേൺ. അത് പല പല പാറ്റേൺ ആണ്. ക്രസന്റ്, ബീഡ് ഷേപ്പ്, the story, oath pattern, the dip, palm, the bangles, the wrist. ഇങ്ങനെ കുറേ പാറ്റേണുകളുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ TV ഇതൊക്കെ ഓഫാട്ടോ. ക്യാമൽ റേസ് കണ്ടോ, ഇതൊക്കെ തുണിയുടെ ഓരോരോ പീസാട്ടോ. അകത്തോടെ നമ്മൾ അന്ന് ചെയ്ത വീഡിയോയുടെ തൊട്ട് നടക്കുന്നതിൻ്റെ തൊട്ട് തന്നെ. പക്ഷേ ലൈറ്റ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. കണ്ടോ, ഇങ്ങനത്തെ ലൈറ്റുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ ഇവിടത്തെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മനാർ അബുദാബി. ഇത് ലൈറ്റ് കോമ്പസ് 1/11/2025 to 4/1/2026. ജാനുവരി 4 വരെയാണ് അബുദാബി ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വരണമെങ്കിൽ വന്ന് കാണാം. ലൈറ്റ് റേറെ പോലെ അടിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇതേ കണ്ട, അത് ക്യാമറ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാം വേണ്ട നമുക്ക് ആകാശത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇരിക്കാനുള്ളതൊക്കെ ഇട്ടേക്കുന്നത് ഇവിടെ.
ഇത് കണ്ടു, ഇതാ നമ്മൾ അവിടെ നിന്ന് കണ്ടോണ്ടിരുന്നത് കേട്ടോ. നമ്മളപ്പം ഇതിൻ്റെ അടുത്തേക്ക് എത്തി. കണ്ടോ, ഇത് ഫുള്ളി ലൈറ്റ് ഇങ്ങനെ റേസ് പോലെ അടിക്കുന്നത്. അവിടെ ചെന്നിട്ട് നോക്കാം ഇതെന്താണെന്നുള്ളത്. വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈ ഒരു 3 സെൻറ്റിമീറ്റർ താഴെ വെക്കണം. അന്നേരം നമ്മുടെ ഹേർട്ട് ബീറ്റിനനുസരിച്ച് ഈ ലൈറ്റ് കത്തുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഹേർട്ട് ബീറ്റ് കേൾക്കാനും പറ്റും. പൾസ് കേൾക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇങ്ങനെയാ കേട്ടോ. നമ്മളിങ്ങനെ കൈ അടി കാണിച്ച് വെക്കുക. കണ്ടോ, സൗണ്ട് ഇങ്ങനെ കേൾക്കും. അപ്പോഴേ നമ്മൾ വേണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇതായിരുന്നു സംഭവം. കണ്ടോ, ഇതവിടെ കൈ വെച്ചേക്കുന്ന ഓരോ ആൾക്കാരുടെ ഹേർട്ട് ബീറ്റ് കേട്ടോ. അതിനനുസരിച്ചാണ് ഈ ലൈറ്റും അടിക്കുന്നത്. കണ്ടോ, ഇപ്പം എല്ലാവരും കൈ എടുത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ കൈ വെച്ച് നോക്കി. അന്നേരം നമ്മുടെ ഹേർട്ട് ബീറ്റ് മാത്രമായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇത് കണ്ടോ, ഇതാ അടുത്തത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലെറ്റേഴ്സ് ആണ് തോന്നുന്നു. ആ ലെറ്റേഴ്സ് ഇങ്ങനെ മാറി മറിഞ്ഞു പോകും. കണ്ടോ, അവിടെ ഒരു വോളുണ്ട് കേട്ടോ. ആ വോളിൽ ലെറ്റേഴ്സ് അടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ താഴെ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ആളില്ലാത്തപ്പം ഭയങ്കര രസമുണ്ട്. ആ പാട്ടും ഈ ലൈറ്റും എല്ലാം കൂടെ ഭയങ്കര രസമുണ്ട്. അപ്പോഴേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് കണ്ടോ, ഇതൊരു കഫറ്റീരിയ. എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു കഫറ്റീരിയ. ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. ഇപ്പുറത്ത് മനാർ അബുദാബിയ സ്റ്റാർസ് ഹോൾഡ് മെമ്മറി. ഒരു സ്റ്റാളോ എന്തോന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേ ശരിക്കും അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഇവിടെ വേറെ ഉണ്ടെന്ന് ഓർത്ത് കേട്ടോ. പണ്ട് നമ്മൾ മനാർ അബുദാബിയിൽ അവിടെ അബുദാബിയിൽ പോയപ്പം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഓർത്ത് ഇനിയുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് അൽജിമി ഒയാസിസിലൂടെ ഒന്ന് പോയി നോക്കാം അവിടെ എന്താണെന്നുള്ളത്. നമുക്ക് അപ്പം അൽജിമി ഒയാസിസ് വരെ പോകാൻ ഒരു 2 കിലോമീറ്റർ 1.9 ആ 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ബഗ്ഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ അൽജിമി ഒയാസിസിൽ വിടും. ഫ്രീ ആയിട്ടോ, പൈസ ഒന്നുമില്ല. ഇവിടെ നിന്ന് അവർ അൽജിമി ഒയാസിസിലോട്ടാക്കും. അപ്പോൾ ഞങ്ങളിവിടെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റ് ഫില്ലാകുമ്പോൾ ഇവർ വിടും. ഞങ്ങളെ ഏറ്റവും പുറകിലത്തെ സീറ്റിലാണല്ലോ. അപ്പോൾ ഇനിയും ഇതിലാട് വരുന്നുടനെ ഇതെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. കണ്ടോ, ഇത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേണ്ട പൊക്കോണിരിക്കാം. ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടുള്ള ബാക്കിലോട്ടുള്ള വ്യൂ ആണ്. അപ്പോഴേ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. അൽജിമി ഒയാസിസിലെത്തി. കണ്ടോ, ഇവിടെ വരുമ്പം തന്നെ ഇതാ ലൈറ്റ് ഇട്ട് ഒരു മണിയടി സൗണ്ടും ഉണ്ട്. കണ്ടോ, ഇവിടെ അതുപോലെ പനയിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് സത്യത്തിൽ മറ്റേതല്ലേ, മറ്റേ നൈലോൺ ആണ്. അതാ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഈ എന്തായിരുന്നു ഒരു കുടം പോലെ ഇരുന്നിട്ട് അതിൻ്റെ അകത്തിരുന്ന് ചൂര് പോലൊരു സാധനം കറങ്ങുന്നുണ്ടായിരുന്നു. ആ സംഭവം ഇത്. ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിലൊരു ഇങ്ങനെ മറ്റേ മണിയടി സൗണ്ട് പോലെ ഉണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇനി കാറ്റടിക്കുമ്പോൾ മറ്റേ സൗണ്ട് കേൾക്കുന്നത് അതുപോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇതെവിടെ ഇട്ടേക്കുന്നതെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇതൊരു
ആർട്ട് വർക്ക് മീൻസ് ഇതൊരു ശരിക്കും ഒരു പിക്ചറാണ്. ഒരാൾ സൈക്കിൾ ചവിട്ടുന്നത്. ഇതൊരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒന്ന്, അടുത്ത രണ്ടാമത്തെ പിക്ചർ, ഇത് 3, 4, 5 ഇത്രയും പിക്ചറുണ്ട്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാണ് പുള്ളി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് വരും, അതുപോലെ അപ്സ് വരും, ഡൗൺസ് വരും, അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ എന്താ പറയുന്നത്, അതിനൊക്കെ പിന്നെ പോസിറ്റിവിറ്റിയിലൂടെ ഫ്രണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. അതുപോലെ അത് നല്ലതാക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. അതാണ് പുള്ളി ഇതിലൂടെ തരുന്നൊരു മെസ്സേജ്. ഇത് കണ്ടോ, ഇത് ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു ഹൗസ് കേട്ടോ. അത് ആരുടെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. ഇതേ കണ്ട, ഇത്രയേ ഉള്ളല്ലേ? ഇതിൻ്റെ കഥ കാണാൻ തോന്നുന്നു കേട്ടോ. അത് പോയതാണെന്ന് തോന്നുന്നു, എൻ്റെ ഇവിടെ മാറ്റി വെച്ചേക്കുന്ന. ഇത് ശരിക്കും കട്ട കെട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ടയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, മണ്ടയിൽ കട്ട പോലെ ഉണ്ട്. അതിൻ്റെ മണ്ടയിലാണ് ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇതെന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. മണ്ടയൊക്കെ നമ്മുടെ തടിയുടെ തട്ടാ. നമ്മളെ അപ്പോൾ അവിടുന്ന് ഇറങ്ങി രണ്ടാമത്തെ ആർട്ട് വർക്കിൻ്റെ അവിടോട്ട് വന്നു കേട്ടോ. ഇതൊരു ജർമ്മൻ ആർട്ടിസ്റ്റിൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ ഫ്ലവർ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും അതിൻ്റെ ഷേപ്പൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പിന്നെ പുറമോട്ട് മാറിപ്പോകുമ്പോൾ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. അതുകൊണ്ട് ആർട്ടിസ്റ്റ് എന്താ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യനും നേച്ചറും തമ്മിലുള്ള ബന്ധമാണ് ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അടുത്ത് തന്നെ വേറെയും 2 വീടുകളൂടെ ഉണ്ട് കേട്ടോ. അതിനും അത്രത്തോളം പഴക്കമുണ്ട്, 100 വർഷത്തോളം പഴക്കമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി കാണാം. ഇതിൻ്റെ അകമൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ എന്താ, ചില വിളക്ക് കത്തിച്ച് വെക്കാൻ പാടും, വെട്ടത്തിന് വയ്ക്കുന്ന ഹോളും എല്ലാം ആണോ ഇത്? എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ഇപ്പോൾ പനയുടെ തടിയല്ലേ? ഇതെനിക്ക് തോന്നുന്നു പനയുടെ തടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പന ഓലയാ മേഞ്ഞേക്കുന്നത്. ഓലം ഏറ്റവും മുകളില്, പിന്നെ ആ വരവര പോലെ ഉള്ളത് അതിന്റെ തടി. ഇത് കണ്ടോ, ഇപ്പം ഈ ഫ്ലവർ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലാണ്. ഇപ്പം നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പം അതിൻ്റെ ഷേപ്പ് മാറും. അങ്ങോട്ട് നടന്നേ നോക്കാം മാറുന്നോ. തൊടുമ്പോഴാണോ? ഓക്കെ, അത് തൊടുമ്പോഴാണ് കേട്ടോ. അടുത്തേക്ക് ചെല്ലുമ്പോഴല്ല, അതിൽ തൊടുമ്പം കണ്ടോ അതിൻ്റെ ഷേപ്പ് മാറും. കൈയൊന്ന് എടുത്തേ. കണ്ടോ, നമ്മൾ കഴുകി എടുക്കുമ്പോൾ അത് പഴയതുപോലെ ആകും. അപ്പോഴേ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനിയും അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കാണാൻ വേണ്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. കണ്ട എന്താണെന്നൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഒരു വീടാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് റിച്ച്, അന്ന് 1930s ഉള്ള വീടായത്. അപ്പോൾ ഇത് അന്നത്തെ റിച്ചായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന, കാരണം മഡ് വെച്ച് ഫിനിഷ് ചെയ്ത വീടെന്ന് പറഞ്ഞാൽ റിച്ചായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നതാണ്. ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് കണ്ട ഇങ്ങനൊരു റൂം പോലെ ഉണ്ട് കേട്ടോ. ഇതിന് പറയുന്നത് ഷുവയ്യ ഇല്ലേ, ഷുവയ്യ ഒക്കെ. ഇതാണെങ്കിൽ ലേഡീസിന്
ഡ്രസ്സ് മാറാനുള്ള, അകത്ത് ഡ്രസ്സ് മാറാനുള്ള റൂമാണ്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ കിടക്കാൻ മാത്രമാണ് ഈ വീടുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് വീട് ചെറുതും ഈ കോർട്ട്യാർഡ് കണ്ടോ ഭയങ്കര വലുതാണ്. കോർട്ട്യാർഡ് ഭയങ്കര വലുതായിട്ടും ഇരിക്കുന്നത്. ഇത് കണ്ടോ, ആ കോർട്ട്യാർഡിൻ്റെ അകത്ത് തന്നെ വെള്ളത്തിന് വേണ്ടിയുള്ള കേട്ടോ. ഇത് കിണറാണോ ഇനി വെള്ളം സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന് അറിയത്തില്ല. അതുപോലെ ഡ്രസ്സ് കഴുകാനും ഇവിടെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് അകത്ത് തന്നെ. കണ്ടോ, ഇത് അവരുടെ കോർട്ട്യാർഡ്. അതുപോലെ വീട് ചെറുതായിട്ടും വരും. കണ്ടോ, ഇതല്ലേ ഡ്രസ്സ് കഴുകുന്ന ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നമ്മുടെയൊക്കെ ഇവിടത്തെ അലക്കുകല്ലില്ലേ, അതിന്റെ നടുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിവരുത്ത ഇതില്ല നമ്മള്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇവര് വീണ്ടും ഇത് പക്ഷെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഡ്രസ്സ് കഴുകുന്നറിയില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ ഒലച്ച് കഴുകുന്നതായിരിക്കും, അല്ലെങ്കിൽ കല്ല വല്ലതും കാണുമായിരുന്നായിരിക്കും. എങ്ങനെയാന്ന് കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വെള്ളം റിസർവ് ചെയ്യുന്ന സ്ഥലം പോലെ ഇരിക്കുന്നു. കാണാൻ വന്ന, ശരിക്കും കാണാൻ വന്ന ആർട്ട് ഇതാ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ആർട്ട്. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഉണ്ടോ ഇങ്ങനെ കയറ് പോലെ. അപ്പം നമ്മുടെ ഈ വെഡ്ഡിങ് ഫങ്ഷൻസിനൊക്കെയാണ് ഇങ്ങനെ ലൈറ്റ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വെൽക്കം ചെയ്യുന്നു ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. അപ്പോൾ അകത്തെ പാർട്ടിക്കും കാര്യങ്ങൾക്കുമൊക്കെ നമ്മളെ വെളിയിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ആർച്ച് പോലുള്ള ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ട, ഇത് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിനിയും തിരിച്ചങ്ങോട്ട് പോവാം. തിരിച്ച് നമ്മുടെ വണ്ടി ഇട്ട് അവിടോട്ട് പോകണം. ആദ്യം ബഗ്ഗിയിൽ കയറി നമ്മൾ നേരത്തെ അൽഖദ്ര ഒയാസിസിൽ പോകണം. എന്നിട്ട് അവിടുന്ന് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ഡൈനിങ് ചെയ്യാനുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ആംബിയൻസ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കണ്ടോ, എന്ത് രസമാണ് ഇവിടുന്ന് ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കുക. എന്താ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നമുക്കിനി തിരിച്ച് അങ്ങോട്ട് പോവാം. വേറെ ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വേസ്റ്റ് കൊട്ട വെച്ചേക്കുന്നത് കണ്ടോ, ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് നല്ല രസമുണ്ട്. അറിയത്ത പോലും ഇല്ല. നമുക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് കാരണം നമ്മുടെ വായിൽ നിന്ന് മറ്റേ പുക പോലെ വരുന്നുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തണുത്ത് വിറച്ച് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇനി ബഗ്ഗിയിൽ നമുക്ക് തിരിച്ചു പോകണം. ആ കാറ്റൊക്കെ അടിച്ച് അപ്പോഴേ നമ്മൾ തിരിച്ച് ഈ ബഗ്ഗിയിൽ കയറി കേട്ടോ. കാറ്റടിക്കുന്നതാണ് ഭയങ്കര തണുപ്പാണ്. ഞങ്ങളിങ്ങനെ തണുത്ത് വിറച്ച് പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ആ ബഗ്ഗിച്ചേട്ടൻ നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് പോയി കേട്ടോ. ഇനി വരെ കൊണ്ടുവിട്ട് കേട്ടോ. ഇറക്കി. അപ്പോൾ നമ്മൾ വേണ്ട നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. ഞങ്ങളെ അപ്പം തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന 20 മിനിറ്റേ ഉള്ളു. പെട്ടെന്ന് വേഗം എത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർന്നു. ഓക്കേ.